നമസ്കാരം. ഇതാര്യാണ് എന്റെ ഒരു ചെറിയ ഈവനിങ് തറവാട്ടില്ല. അപ്പൊ എല്ലാവരെയും കാണിച്ചു തരട്ടെ. നമ്മൾ ചെന്നപ്പോ കുറച്ച് രാത്രിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ വെളിയിൽ ഇരിപ്പുണ്ട്. പിന്നെ വെല്ലുമിച്ചിയും കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ നേരെ ചെന്നപ്പോഴത്തേനേ കുഞ്ഞുമൊക്കെ ഇട്ടൊരു അത്തപ്പൂക്കളം ഉണ്ടായിരുന്നു. ഇലയും പൂവും കായും വെച്ചൊക്കെ ഇട്ടത്. എന്തായാലും അത്തപ്പൂക്കളം കൊള്ളാം. അമ്മയോട് എങ്ങനെയുണ്ട് ഓണം എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് പറയാനുള്ളത് മഴയല്ലേ, എന്തോണം. പിന്നെ നമ്മുടെ വീട്ടിലെ പിള്ളേരെ സംബന്ധിച്ച് മഴയെന്നില്ല, വെയിലെന്നില്ല, രാത്രിയെന്നില്ല, പകലെന്നില്ല, അവർക്ക് ഫുൾ കളിക്കുന്ന മൂടാട്ടോ. ഞങ്ങളുടെ കുഞ്ഞപ്പനാട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നാലും അവൾ എന്നെ വീഡിയോ എടുക്കാൻ ഓർപ്പിക്കാറുണ്ട്. ഇത് കൊച്ചച്ഛനിരുന്നതേ നല്ല ഒന്നാന്തരം പരിപ്പോടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ചെന്നപ്പോൾ ഒരെണ്ണേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൂപ്പര് തന്നെ അങ്ങിരുന്ന് കഴിച്ചു കേട്ടോ. ഞങ്ങളെ വേണോ ഇന്ന് കൊതിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ കൊതിയിലൊന്നും വീഴത്തില്ല. കാരണം അടുക്കളയിൽ നമുക്കൊരു സാധനം വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണേ. അപ്പം ഞാൻ പോയി എൻ്റെ പിള്ളേർക്കൊരു സർപ്രൈസ് കൊടുക്കട്ടെ. ഒരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ ഗസ് ചെയ്യണം. നീ എന്നാ പറയുന്നത്? ഉടുപ്പ്. നീ എന്നാ പറഞ്ഞത്? രണ്ടുപേരും ഉടുപ്പ് എന്നാണ് പറഞ്ഞത്. ഉടുപ്പ്. അടിപൊളി. ഇത് നിട്ടോണ്ട് വരാവോ? യു ആടി. വെൽക്കം. ഉടുപ്പല്ല, ടോപ്പ്. ഇഷ്ടപ്പെട്ടു ഓടി നോക്കിക്കേടി. കുഞ്ഞു കുഞ്ഞു സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? ചക്കി എന്താ മാറി മതിലും ചാരി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ചക്കിക്ക് ഒട്ടും വയ്യ, ടോൺസലാട്ടോ. ഇനി എങ്ങനെ കപ്പ ബിരിയാണി കഴിക്കും എന്ന ടെൻഷനില്ല. ഒരു ഫാഷൻ പരേഡ് നടന്നുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് മീനാച്ചു അപ്പച്ചനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുരുത്തം കെട്ട കുഞ്ഞിതേ ഇതുവഴി ഒങ്ങനെ ഓടി നടപ്പുണ്ടേ. ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുഞ്ഞപ്പനൊരു പാട്ട് പാടി. പാട്ടൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ എടുത്തപ്പോൾ ഇവക്ക് എൻ്റെ ഷേപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ കൊച്ചച്ഛൻ ദേ ഇവിടെ ഇരുന്ന് ഭയങ്കര തിരക്കിലാട്ടോ. പുള്ളി ഒന്നിനും അടുക്കുന്നില്ല. ചെപ്പിൻ്റെ വിളി അങ്ങ് വന്നപ്പോഴേ ഞങ്ങൾ തന്നെ അടുക്കളയിലോട്ട് കയറി അങ്ങ് വിളമ്പാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനോജ് കൊച്ചച്ഛന് കൊടുക്കാമെന്ന് വെച്ചേ. അപ്പം മനോജ് കൊച്ചൻ പറഞ്ഞു എനിക്ക് തൊരി മതി, ഞാൻ ഡയറ്റിങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാര്യമില്ല. അത് ഇന്ന് പോയി ഷുഗറും കൊളസ്ട്രോളും നോക്കി അതിൻ്റെ വര അങ്ങോട്ടും ഇങ്ങോട്ടും താന്നും കുറഞ്ഞു നോക്കി ഇരിക്കുന്നതിൻ്റെ ഒരിതാട്ടോ. അത് സാരമില്ല, നാളെ ആകുമ്പോഴത്തേനും അതങ്ങ് ഓക്കെ ആയിക്കോളും. അപ്പോൾ പിള്ളേർക്ക് വിളമ്പുന്നുണ്ട്. വിളമ്പുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുരുത്തം കെട്ട കുഞ്ഞു എന്ന് പറയുന്നുണ്ട് എനിക്ക് വിളമ്പണ്ട, എനിക്കത് ഇഷ്ടമില്ല, ഞാൻ കളിച്ചോളാം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി അങ്ങ് വിളമ്പി വെച്ച് ഞങ്ങളെല്ലാവരും കൂടി അടിപൊളിയായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. ഇവിടെ മാത്രം കണ്ടുവരുന്നൊരു സാധനമാണ് ടേബിളിൽ ഇരിക്കുന്നത് കേട്ടോ. ഇവൾ ഒരിക്കലും നിലത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവൾ തന്നെ വിളമ്പത്തുള്ളൂ, തന്നെ കഴിക്കത്തുള്ളൂ, തന്നെ കുളിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാം കൊച്ച് ഇപ്പോഴേ സ്വയമേ ചെയ്യുന്നൊരു കൊച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് നീ എന്താടി ഇങ്ങനെയെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ തന്നെയേ കഴിക്കുന്നുള്ളൂ, ഞാൻ തന്നെ വിളമ്പും, തന്നെ കഴിക്കും എന്നൊക്കെ. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് തന്നെ സ്വയം പര്യാപ്തതയിലെത്തുന്നത് വളരെ നല്ല കാര്യമായതുകൊണ്ട് ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കേട്ടോ. കൊച്ചു തന്നെ ചെയ്യട്ടെ. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന കടപ്പാണ് കേട്ടോ ഇത്. മടുത്തുപോയി. നമ്മൾ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ നമുക്ക് ഇങ്ങനത്തെ ചില കലാപരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നോർമലി എല്ലാവരുടെയും കുടുംബത്തേക്കും ഉണ്ടാവും. ഒരു കൊച്ചിൻ്റെ തല പിടിച്ച് ഞങ്ങൾ കാണിക്കാവുന്ന മാക്സിമം കാണിച്ചു. എൻ്റെ ചെറുക്കൻ്റെ കാലം സ്പ്രിങ് വെച്ചതുപോലെ ഇങ്ങനെ തുള്ളി തുള്ളി നടക്കുന്നൊരു കുഞ്ഞിപ്പുഴു. ഇവൻ ഇങ്ങനെ തുള്ളിക്കൊണ്ടേ നടക്കും കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്ന് ഹാൻഡ് ഓവർ വാങ്ങിച്ചു കുഞ്ഞുവിൻ്റെ തല അവളെ ഏറ്റെടുത്തു കേട്ടോ. ഇപ്പുറത്തിരുന്ന് നമ്മളെ സുഭിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 10 മണിയായി സമയം. അപ്പം നമ്മൾ അച്ഛനും അമ്മയ്ക്കും ഉള്ളതെല്ലാം പൊതിഞ്ഞ് കെട്ടിയെടുത്തിട്ട് ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ ചാട്ടവും തുള്ളലും ഒക്കെ നടക്കുന്നുണ്ട്. യാദൂട്ടന് വരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ച പിടിയാലെ കൊണ്ടുവന്നുകൊണ്ട് വഴി നീളെ വഴക്കും മടിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് മീനാച്ചുവിൻ്റെ ഒരു ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ പോകുന്നു കേട്ടോ. ഇനി അവളെ കാണണമെങ്കിൽ അടുത്ത വെക്കേഷൻ ആവണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.